ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയോ ട്യൂഷൻസ്. അപ്പൊ നിയോ ട്യൂഷൻസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് ഫോ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അതിന്റെ തേർഡ് പാർട്ട് വീഡിയോയാണ് നമ്മൾ ഇരുന്നത്. അപ്പൊ നൈട്രജൻ സൈക്കിളിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പം നൈട്രജൻ സൈക്കിൾ അല്ല, നമ്മുടെ എൻവയോൺമെന്റില് നമ്മുടെ ഇക്കോസിസ്റ്റത്തിനകത്ത് പല ടൈപ്പ് സൈക്കിൾ ഉണ്ട്. ഇപ്പൊ കാർബൺ സൈക്കിൾ ഉണ്ട്, ഫോസ്ഫറസ് സൈക്കിൾ ഉണ്ട്, സൾഫർ സൈക്കിൾ ഉണ്ട്. അതുപോലെ ഒരു സൈക്കിളാണ് നൈട്രജൻ സൈക്കിൾ. ആ നൈട്രജൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ന്യൂട്രിയന്റിന്റെ ട്രാൻസ്ഫോർമേഷനും ട്രാൻസിഷനും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. എൻവയോൺമെന്റിൽ എങ്ങനെ നടക്കണം എന്നുള്ളതാണ് നൈട്രജൻ സൈക്കിൾ നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 78% നൈട്രജൻ ആണുള്ളത്. ഈ ഉള്ള 78% നൈട്രജനും എങ്ങനെയാ പ്ലാന്റ്സിന് ഈസിലി അവൈലബിൾ അല്ല. കാരണം നൈട്രജൻ എന്താ ട്രിപ്പിൾ ബോണ്ട് ആയിട്ടാണ് കാണുന്നത്. എൻ ട്രിപ്പിൾ ബോണ്ട് എൻ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പം ഈ ട്രിപ്പിൾ ബോണ്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഈ ട്രിപ്പിൾ ബോണ്ടിനെ എളുപ്പത്തിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒന്നെങ്കിൽ ലൈറ്റിനും വേണം. ലൈറ്റിനും കൊണ്ടെങ്കിലാണ് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ട്രിപ്പിൾ ബോണ്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിവുള്ളതാണ് നമ്മുടെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. അത് എവിടെയാണ് കാണുന്നത്? ഈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഈ പീ പ്ലാന്റിന്റെ ഒക്കെ റൂട്ട് നൊഡ്യൂളിലുണ്ട്, റൈസോബിയം. അവർക്ക് നൈട്രജന്റെ ട്രിപ്പിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ നൈട്രജൻ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സോയിലിൽ വെക്കും. എന്നിട്ട് ഈ അമോണിയ ആര് അസിമിലേറ്റ് ചെയ്യും? പ്ലാന്റ്സ് വലിച്ചെടുക്കും. എന്തിനാ? അവർക്ക് പ്രോട്ടീൻസും DNA അമിനോ ആസിഡ്സും ഒക്കെ സിന്തസൈസ് ചെയ്യണം. അപ്പൊ അതിന് പ്ലാന്റ്സ് അതിനെ എന്ത് ചെയ്യും? വലിച്ചെടുക്കും. അത് നമ്മൾ അസിമിലേഷൻ എന്ന് പറയും. പ്ലാന്റ്സ് അതിനെ അബ്സോർവ് ചെയ്യണേ നൈട്രജന്റെ കോമ്പൗണ്ടിനെ. എന്നിട്ട് ഇപ്പൊ മണ്ണിൽ കിടക്കുന്ന ഈ അമോണിയ എന്ത് ചെയ്യണേ? ഈ അമോണിയനെ ബാക്ടീരിയകൾ എന്ത് ചെയ്യും? നൈട്രിഫിക്കേഷൻ ചെയ്യും. അതായത് ആ അമോണിയയിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്തിട്ട് അതിനെ നൈട്രൈറ്റ് ആക്കി മാറ്റും, പിന്നെ നൈട്രേറ്റ് ആക്കി മാറ്റും. അതായത് NO2 മൈനസ് NO3 മൈനസ് ഒക്കെ ആക്കി മാറ്റും. NO2ഉം NO3 ആയിട്ട് മാറ്റും. അപ്പം ഈ നൈട്രൈറ്റിനെ ഈ നൈട്രേറ്റിനെ എന്താക്കി മാറ്റും? അതിനെ പ്ലാന്റ്സ് അസിമിലേറ്റ് ചെയ്യും, പ്ലാന്റ്സ് വിളിച്ചെടുക്കും. അത് ഈ പ്ലാന്റ്സ് പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ ഡെത്ത് ആയിട്ട് ഡീക്കേ ആയി പോകില്ലേ? അപ്പൊ പ്ലാന്റ്സ് ഡീക്കേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ അമോണിയ എവിടെ വരും? പിന്നെ നമ്മുടെ സോയിലിലേക്ക് വരും. ആ പ്ലാന്റ്സ് ഡെത്ത് ആയി കഴിയുമ്പോൾ നൈട്രജൻ എവിടെ റിലീസ് ചെയ്യും? കുറെ നൈട്രജൻ എങ്ങോട്ട് പോകും? നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ തിരിച്ചു പോകും. മനസ്സിലായോ? അപ്പൊ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ആയി നടക്കും. ഇതിനാണ് നമ്മൾ നൈട്രജൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിക്കോ, ഇതാണ് നമ്മൾ ഈ പറയണതെല്ലാം. ഇനി ഈ നമ്മളിപ്പോ ഇത്ര നേരം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ ബാക്ടീരിയസിന്റെ, അതായത് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗുണങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു ഇല്ലേ? അതിന്റെ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇവർക്ക് എന്തുണ്ട്? കുറെ എന്തുണ്ട്? ദോഷമായിട്ടുള്ള എഫക്ട്സും ഉണ്ട്. എന്താ ഇവരുടെ ദോഷമായിട്ടുള്ള എഫക്ട്സ്? നമുക്കറിയാം. ഒന്നാമത്തെ എഫക്ട് എന്താന്ന് വെച്ചാൽ ഇവര് മൈക്രോ ഓർഗാനിസം എന്താ? പാത്തോജന, അതായത് നമുക്ക് അസുഖങ്ങൾ വരുത്തും, ഡിസീസസ് വരുത്തും എന്നുള്ളതാണ്. കാരണം നമുക്ക് പല ഡിസീസസ് ഇല്ലേ? ഇപ്പൊ നമുക്ക് എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ഉണ്ട്, വാട്ടറിൽ കൂടെ സ്പ്രെഡ് ചെയ്യണുണ്ട്, അതുപോലെ ഫുഡിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് ആളിൽ നിന്ന് വേറെ ആളിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയും. അപ്പം ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് വേറൊരു ഹെൽത്തി ആയിട്ട് ആളിലേക്ക് ഇങ്ങനെ എയറോ വാട്ടറോ ഫുഡോ വഴിയൊക്കെ സ്പ്രെഡ് ചെയ്യണതിന് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ കോളറ, ചിക്കൻ പോക്സ്, ട്യൂബർകലോസിസ്. ഈ രോഗങ്ങളൊക്കെ വരുത്തുന്നത് ആരാ? മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പം ഈ മൈക്രോ ഓർഗാനിസം ചില അസുഖങ്ങൾ വരുത്തുന്ന ഡയറക്റ്റ് ആയിട്ട് മൈക്രോ ഓർഗാനിസം അല്ല, അതിനൊരു കരിയർ, ഒരു ഏജന്റും ഉണ്ടാവും. അതായത് ഒരു ഡിസീസസിനെ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഏജന്റ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ മലേറിയ ആണെങ്കിൽ അവിടെ മോസ്കിറ്റോ. അപ്പം ഒരു മലേറിയ ഉള്ള ആൾ ഒരു മോസ്കിറ്റോ ബൈറ്റ് ചെയ്തിട്ട് ആ മോസ്കിറ്റോനെ വേറെ ആള് ബൈറ്റ് ചെയ്ത് അവർക്ക് മലേറിയ വരും. അങ്ങനെ അങ്ങനെ ഒരു കാരിയറും അവിടെ ഉണ്ടാവാം. അപ്പൊ ഈ കാരിയർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഒന്ന് ഹൗസ് ഫ്ലൈ, നമ്മുടെ വീട്ടിൽ കാണുന്ന ഈച്ചയൊക്കെ ഇല്ലേ? അതാണ് നമ്മുടെ കോളറയും ഡിസെൻട്രിയും ടൈഫോയിഡ് ഒക്കെ സ്പ്രെഡ് ചെയ്യണേ. അതേപോലെയാണ് നമ്മുടെ മലേറിയ വരുത്തുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയാണ് മലേറിയ വരുത്തുന്നത്. അതുപോലെ ഫീമെയിൽ ഈഡീസ് മോസ്കിറ്റോയാണ് നമുക്ക് ഡെങ്കിപ്പനി, ഡെങ്കി ഫീവർ വരുത്തുന്ന ഫീമെയിൽ ഈഡീസ് മോസ്കിറ്റോയ. അപ്പം ഈ മലേറിയ എന്ന് പറയുന്ന ഡിസീസ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളതല്ലേ? ആണ്. ആരാ വരുത്തണേ? നമ്മൾ പറഞ്ഞേ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയാണ്. ഈ മലേറിയ ഉള്ള ആളുകൾക്ക് ഒത്തിരി സിംറ്റംസ് ഉണ്ടാവും കേട്ടോ. അവർക്ക് ഒന്നാമത് ഈ റീനൽ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ വരും. അതേപോലെ മലേറിയ നമ്മുടെ ബ്രെയിനിനെ ബാധിക്കും, സെറിബ്രൽ മലേറിയ. അനീമിയ ഉണ്ടാവും, വിളർച്ച ഉണ്ടാവും. അതുപോലെ ബ്ലഡിലെ ഷുഗറിന്റെ അളവ് കുറഞ്ഞു പോകും. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഈ മലേറിയ ഉള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓക്കെ. ഇത് മാത്രമല്ല, ബാക്ടീരിയയും വൈറസും പ്രോട്ടോസോവൻസും ഒക്കെ ഒത്തിരി ഡിസീസസ് വരുത്തും. ഇപ്പം ബാക്ടീരിയ വരുത്തുന്ന ഡിസീസ് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട്. ട്യൂബർകലോസിസ് കേട്ടിട്ടില്ലേ? ട്യൂബർകലോസിസ്. അതേപോലെ കോളറ, ടൈഫോയിഡ്,
ഈ ഡിസീസസ് ഒക്കെ ബാക്ടീരിയ വളർത്തണേ, നമുക്ക് പകർത്തണത് ഈ ഡിസീസസ് ഒക്കെ. അതേപോലെ ബാക്ടീരിയ അതുപോലെ വൈറസ് നമുക്ക് വരുത്തുന്ന ഡിസീസസ് ആണ് മീസിൽസ്, ചിക്കൻ ബോക്സ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി എന്നൊക്കെ പറയണേ. ചിക്കൻ ബോക്സ് ഒക്കെ ഒരു പ്രാവശ്യം വന്നേ നമ്മുടെ ബോഡി അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി ഉണ്ടാക്കി മെമ്മറി സെൽസ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് രണ്ടാമത് നമുക്ക് ഇൻഫെക്ഷൻ വരില്ല എന്നാ പറയണേ. ഓക്കെ. പിന്നെ അടുത്തത് എന്താ, പ്രോട്ടോസോവൻസ് വരുന്ന ഡിസീസാ. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ മലേറിയയും അതേപോലെ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയും. ഈ രണ്ട് രോഗങ്ങളും എന്ത് വരുത്തുന്നതാ, പ്രോട്ടോസോവൻസ് വരുത്തുന്നത്. നമുക്ക് ഈ അസുഖങ്ങളെ പറ്റി അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം ട്യൂബർകലോസിസ് നോക്കിക്കേ. ഈ ട്യൂബർകലോസിസ് നമ്മൾ സാധാരണ എവിടെയാ, നമ്മൾ TB എന്നൊക്കെ പറയും അല്ലെ. TB എന്ന് പറയുന്നത് ഭയങ്കര ചുമയൊക്കെ ആയിരിക്കും അവർക്ക് അല്ലെ, കണ്ടിന്യൂസ് കഫ്. അതായത് നമ്മുടെ ലെങ്സിനെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പൊ ട്യൂബർകലോസിസ് നമുക്ക് എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യണം. അപ്പൊ ഒരാൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെയാണ് അതിന്റെ ബാക്ടീരിയ വേറെ ആളിലേക്ക് എത്തുന്നത്. അപ്പൊ മൈക്കോ ബാക്ടീരിയം ട്യൂബർകലോസിസ് എന്നാണ് അതിന്റെ ബാക്ടീരിയക്ക് പറയണത്. ഏതാ, ട്യൂബർകലോസിസ് വരുത്തുന്ന ബാക്ടീരിയക്ക് പറയണത്. ഇനി അടുത്തതാണ് ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് എന്താ, ടൈഫോയിഡ് വരുത്തുന്ന സാൽമണില്ല ടൈഫി എന്ന് പറഞ്ഞ ബാക്ടീരിയം വരുത്തുന്നതാ. സാധാരണ ഈ ബാക്ടീരിയം ഒരു അസുഖമുള്ള ഒരാള് ആണെങ്കിൽ അവരുടെ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിലാണ് ഈ ബാക്ടീരിയം ജീവിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ സ്റ്റൂള് വഴി ഒക്കെ എന്ത് ചെയ്യും, ഇത് പിന്നീട് നമുക്ക്, അതായത് നമുക്ക് വൃത്തിയൊന്നുമില്ല, നമ്മൾ ഫുഡൊന്നും കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ടൈഫോയിഡ് വരും. ഇത് ഫുഡിൽ കൂടി വാട്ടറിൽ കൂടെ സ്പ്രെഡ് ചെയ്യണം. അപ്പം ഈ അസുഖമുള്ള ആളുടെ ഇൻറ്റസ്റ്റൈനിലുണ്ടല്ലോ ഈ ബാക്ടീരിയ, അപ്പൊ അയാളുടെ മോഷനിലും ഉണ്ടാവും ബാക്ടീരിയ. അപ്പൊ വൃത്തിയൊന്നും ഇല്ലാണ്ട് എന്താ, അയാൾ ഇപ്പൊ വേറെ ഫുഡും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് വേറെ ആൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും ബാക്ടീരിയ അവരുടെ ബോഡിയിലേക്ക് എത്തും. അങ്ങനെ എത്തും. ഈ അസുഖമുള്ള ആളുകൾക്ക് ഭയങ്കര തളർച്ചയായിരിക്കും, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിൽ മസിൽസിന് ഭയങ്കര വേദന, വിശപ്പില്ലാത്ത തോന്നും, ഛർദിയും വൊമിറ്റിംഗും ഒക്കെ ഉണ്ടാവും അവർക്ക്. അങ്ങനെ തോന്നും. പിന്നെ എന്താ, വയറിന് നല്ല വേദന, തലവേദന, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കും. അത് ടൈഫോയിഡ് ഫീവർ എന്ന് പറഞ്ഞാൽ പനിയാണ് മെയിൻ ആയിട്ട്. തലവേദനയും പനിയും വയറുവേദനയൊക്കെയാണ് ഇതിന്റെ ഒരു സിംറ്റംസ്. അപ്പൊ ഇത് വരുത്തുന്നത് ആരാന്ന് നമ്മൾ പഠിക്കണം. സാൽമോണില്ല ടൈഫി എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് വരുത്തുന്നത്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ കോളറ. കോളറ വരുത്തണത് ശരിക്കും അത് ഫുഡിൽ കൂടെ വാട്ടറിൽ കൂടെ സ്പ്രെഡ് ചെയ്യണതാ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വിബ്രിയോ കോളറ എന്ന് പറയും. വിബ്രിയോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ബാക്ടീരിയ വന്നപ്പോ പറഞ്ഞു കോമ ഷേപ്ഡ് ബാക്ടീരിയ വിബ്രിയോ എന്ന് പറയണേ. വിബ്രിയോ കോളറ എന്ന് പറഞ്ഞ ബാക്ടീരിയത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും, കോമ ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വിബ്രിയോ കോളറ എന്ന് പറയണത്. ഓക്കെ. പിന്നെ ഉള്ളതാണ് മീസിൽസ്. മീസിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ രോഗം ശരിക്കും ഒരു മൊബിലി വൈറസ് എന്ന് പറഞ്ഞ വൈറസ് വരുത്തുന്നതാ. അപ്പം ഇത് ശരിക്കും സ്പ്രെഡ് ചെയ്യണത് എയറിൽ കൂടിയാണ് സ്പ്രെഡ് ചെയ്യണത്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ രോഗമുള്ള ആളിൽ നിന്ന് വേറെ ആളിലേക്ക് എത്തുകയോ ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ പനി ഉണ്ടാവും, ചുമ ഉണ്ടാവും, അതുപോലെ കണ്ണൊക്കെ നല്ല ചുമന്ന് ഇങ്ങനെ കണ്ണിലിങ്ങനെ വെള്ളം എപ്പോഴും വന്നിരിക്കണ പോലെ നമുക്ക് തോന്നും മീസിൽസ് ഉള്ള ആൾക്കാരില്. അപ്പം നമുക്ക് MMR വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മീസിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ചിക്കൻ ബോക്സ് നമുക്ക് കൂടുതൽ നമ്മൾ എപ്പോഴും കേൾക്കണില്ലേ ചിക്കൻ ബോക്സ്. പക്ഷെ ഇത് വരുത്തണത് ആരാ, വെറിസില്ല റോസ്റ്റർ വൈറസ് എന്ന് പറഞ്ഞ വൈറസ് വരുത്തണതാ ചിക്കൻ ബോക്സ്. ഒരു വൈറസ് ഡിസീസ് ആണ് ചിക്കൻ ബോക്സ്. മേല് മൊത്തം എന്താ, പോളൻ വരും അല്ലെ, കുറെ ദിവസം നിൽക്കും ഇത് വന്നു കഴിഞ്ഞാൽ. പോളിയോ വരുത്തണത് ശരിക്കും പോളിയോ മെലിറ്റിസ് എന്ന് പറഞ്ഞൊരു അതിന് നമ്മൾ പോളിയോ വൈറസ് എന്ന് പറയാം. വൈറസ് എന്ന് പറഞ്ഞാൽ പോളിയോ വൈറസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പം നമുക്കറിയാം ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ആൾക്കാരില്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഹെപ്പറ്റൈറ്റിസ് ബി. ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ രോഗമുള്ള ആൾക്കാർക്ക് ഭയങ്കര തളർച്ചയും അതേപോലെ തന്നെ ഛർദ്ദിക്കാനും വൊമിറ്റിങ്ങും വിശപ്പില്ലായ്മയും അങ്ങനെ മസിൽസിന് വേദനയും അങ്ങനെയൊക്കെ അനുഭവപ്പെടും. അബ്ഡോമൻ പെയിൻ, അങ്ങനെ കുറെ സിംറ്റംസ് വരും. ഇപ്പം നമുക്ക് എന്തോ ഒരു രോഗങ്ങളാ ഈ മൈക്രോ ഓർഗാനിസം വരുത്തുന്നതിന് ഇഷ്ടം പോലെ രോഗങ്ങൾ വരുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ മലേറിയ. മലേറിയ നമ്മൾ എന്നാ പറഞ്ഞേ, ആര് വരുത്തു എന്നാ പറഞ്ഞേ, മോസ്കിറ്റോ വരുത്തുന്നതാന്ന് പറഞ്ഞു. അതും പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്ന പാരസൈറ്റ് ആട്ടോ ഇത്, പ്ലാസ്മോഡിയം. അപ്പം ഈ പ്ലാസ്മോഡിയം വരുത്തുന്നതാണ് മലേറിയ. അപ്പം മലേറിയ നമുക്ക് അത് അനോഫിലസ് മോസ്കിറ്റോ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് വരുത്തുന്നത്. അപ്പം ഒരു രോഗമുള്ള ആളെ ഒരു മോസ്കിറ്റോ ബൈറ്റ് ചെയ്തിട്ട് അത് നമ്മളെ വന്ന് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് അത് വരും. അപ്പൊ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയാണ്. ഓക്കെ. പിന്നെ ഇതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസം നമ്മളിൽ മാത്രമല്ല മൃഗങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വരുത്തും. ഇപ്പം ഈ ബാക്ടീരിയ വരുത്തുന്ന ഒരു ഡിസീസാണ് ആന്ത്രാക്സ്. ആന്ത്രാക്സ് എന്ന് പറഞ്ഞ ബാക്ടീരിയ വരുത്തണ ഒരു രോഗം, മൃഗങ്ങളിൽ വരുത്തണതാ. അതേപോലെ തന്നെ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്, കാറ്റിൽസിൽ വൈറസ് വരുത്തുന്ന രോഗമാണ് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്. നമ്മളിത് ഓരോന്നും പഠിക്കണം. ആന്ത്രാക്സ് ബാക്ടീരിയ ആണ്,
ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസ് ആണ് നമ്മൾ പഠിക്കണം. പിന്നെ ഇവിടെ പടം കണ്ടോ? അതായത് സിട്രസ് കാൻകർ ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയ. നാരങ്ങയിൽ വന്ന അസുഖം, നാരങ്ങയിൽ മഞ്ഞ കളറിൽ ഇങ്ങനെ വരും. എന്നിട്ട് ഒരു പെട്ടെന്ന് നാരങ്ങ ചീഞ്ഞു പോകും. സിട്രസ് കാൻകർ എന്ന ബാക്ടീരിയ വരുത്തുന്ന ഡിസീസ് അത്. അതേപോലെ നമ്മുടെ ഗോതമ്പില്ലേ, വീറ്റ് ചെടിയിൽ വരുത്തുന്ന മഞ്ഞ കളറിൽ ഇരിക്കുന്ന ഫസ്റ്റ് ഇമേജ്, അത് റെസ്റ്റ് ഓഫ് വീറ്റ്, അത് ഫഞ്ചേ വരുത്തണതാ. പിന്നെ നമുക്ക് ഒക്രയിൽ അറിയാം, മഞ്ഞ കളറിൽ ഇല വരും. നമ്മള് ഒക്ര ബിന്ദിയില്ലേ അതിനകത്ത്, അത് പറയണ യെല്ലോ വെയിൻ മൊസായിക് എന്ന് പറഞ്ഞാൽ അതും ഒരു വൈറസ് വരുത്തുന്ന രോഗമാണ്. യെല്ലോ, ഈ ആന്ത്രാക്സിന്റെ ആട്ടോ ഇവിടെ കാണിച്ചേക്കണ ഇമേജ്, ഒരാളുടെ ശരീരത്തിൽ നിൽക്കണുണ്ടോ, അത് ബാക്ടീരിയ വരുന്ന ഡിസീസ് ആണ് ആന്ത്രാക്സ്. ഇങ്ങനെ കുറെ ഡിസീസസ് ഉണ്ട്. അപ്പൊ ഓരോ ഡിസീസസും ഏത് മൈക്രോ ഓർഗാനിസംസ് ആണ് വരുത്തണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ ഇപ്പൊ എക്സാം ഒക്കെ അടുത്ത് വരുവാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മുടെ ലൈവ് സെക്ഷൻ ഇന്ന് ഉണ്ട്. ഇന്ന് 8 മണി തൊട്ടാണ് നമ്മൾ ലൈവ് സെക്ഷൻ തുടങ്ങണേ. അപ്പം ലിങ്ക് ഇടാം. അപ്പൊ നിങ്ങൾ ആ ലിങ്കില് കമന്റിൽ നമ്മൾ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം ആ ലിങ്കിൽ നിങ്ങൾ കയറുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കുക. എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടട്ടെ. മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ അതിന്റെ ബെനിഫിറ്റുകൾ നിങ്ങൾ ഉൾക്കൊള്ളണം. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ.